ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത് എക്സ്ക്രിപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അൺബോക്സിംഗ് ആയിട്ടൊന്നും കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് വണ്ടിയിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് കാണാം. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മൊബൈൽ ഹോൾഡർ മാത്രമല്ല ഇതിനകത്ത് ചാർജർ കൂടി വരുന്നുണ്ട്. 5 വോൾട്ട് 2 ആമ്പർ ഔട്ട്പുട്ട് വരുന്ന ഒരു ചാർജറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഫാസ്റ്റ് ചാർജിങ് മീൻസ് നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ ഫോൺ ചാർജ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഇതിനുള്ളിലായിട്ട് USB പോർട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു സ്വിച്ചും വരുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷൻ അതിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ V3കകത്ത് മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ, അതുപോലെ തന്നെ വിൻഷീൽഡ് കുറേ കൂടി മീറ്ററിന് മുകളിലേക്ക്, അതായത് ഹാൻഡിൽ ബാറിൻ്റെ അത്ര വരെ ഇറങ്ങി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് സാധാരണ വണ്ടികളിൽ വെക്കുന്നത് പോലെ മൊബൈൽ ഹോൾഡർ നമ്മൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ V3കകത്ത് മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്യാൻ ആകെയുള്ളത് 2 ഓപ്ഷൻസാണ്. ഒന്ന്, നമ്മളുടെ ഹാൻഡിൽ ബാറിൻ്റെ നടുവിലായിട്ട് 2-3 ഹോൾസ് ഉണ്ടാവും. 3 അല്ല 4 കട്ടിങ് പോലെ കാണാം. ഒന്നുകിൽ ആ കട്ടിങ്ങിൽ അടിയിലും മുകളിലും ഓരോ വാഷർ വെച്ചിട്ട് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ വരുന്നത് ഈ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറിൻ്റെ ആ ഒരു LNG ബോൾട്ട് ഊരിയെടുത്തിട്ട് അതിനിടയിലായിട്ട് ഈ ഒരു ക്ലാമ്പ് ഉറപ്പിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് V3യിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറിൻ്റെ അവിടെയാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു LNG ആണ്. 8mm ഒരു LNG ആണെന്ന് തോന്നുന്നു. 8mm LNG ഉപയോഗിച്ചിട്ട് ആ ഒരു സ്ക്രൂ നമുക്ക് പതിയെ ഊരിയെടുക്കാം. ഈ ഒരു സ്ക്രൂ ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിൽ കാണുന്ന ഒരു ഗ്യാപ്പില്ലേ, ക്ലിപ്പോണിൻ്റെ ഇടയിൽ കാണുന്ന ആ ഒരു ഗ്യാപ്പ്, അതിനിടയിലാണ് നമ്മളുടെ മൊബൈൽ ഹോൾഡറിൻ്റെ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഇതുപോലെയാണ്, കാണിച്ചു തരാം. ഇതുപോലെയും തിരിച്ചിട്ടും സെറ്റ് ചെയ്യാം. പക്ഷേ തിരിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വിൻഷീൽഡിൽ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ വെച്ചാലാണ് നമ്മൾക്ക് ഫോൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഷീൽഡിൽ തട്ടാതെ ഇരിക്കുക എന്ന് നോക്കണം. കാരണം നമ്മൾ ഹാൻഡിൽ ഇടയ്ക്കിടെ ഒടിക്കുന്നതാണ്, തിരിക്കുന്നതാണ്. ആ സമയത്തൊക്കെ നമ്മളുടെ ഫോൺ വിൻഷീൽഡിൽ തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തിരിച്ചു വെച്ചിട്ട് മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഫോണ് ഹോൾഡറിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിൻഷീൽഡിനകത്ത് നിങ്ങളുടെ ഫോണ് തട്ടുന്നതായിരിക്കും. അതുകൊണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും തിരിച്ചിട്ട് തന്നെ ആദ്യം ഞാൻ വെച്ച് കാണിച്ചതുപോലെ തന്നെ വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ടും നിങ്ങളുടെ ഫോണ് വിൻഷീൽഡിലേക്ക് തട്ടും. അപ്പോൾ അങ്ങനെ തട്ടാതിരിക്കണമെങ്കിൽ നിങ്ങളിത് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് ഹാൻഡിൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ചിട്ട് വിൻഷീൽഡിൽ തട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഞാനിപ്പോൾ ഒരു ആംഗിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ ഒരു ആംഗിളിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആംഗിളിൽ സെറ്റ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ ഫോൺ ഹാൻഡിൽ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വിൻഷീൽഡിൽ തട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മുടെ വിൻഷീൽഡിനകത്ത് ഫോൺ തട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം വരാം, ഫോൺ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറക്കി വെച്ചാൽ പോരെ എന്ന് ഒരു സംശയം വരും. അത്തരത്തിൽ ഫോൺ ഇറക്കി വെക്കുന്ന സമയത്ത് നമ്മളുടെ വോളിയം കൺട്രോളിൻ്റെ സ്വിച്ച് ഈ ഒരു ഹോൾഡറിൻ്റെ ലെഗിൽ അമർന്നിട്ട് ഫുൾ ടൈം പ്രസ്സായി കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫോൺ ഇങ്ങനെ ഉയർത്തി വെക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളുടെ വണ്ടിയിൽ മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് V3യിൽ സെറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ. V3 അതുപോലെ തന്നെ ഇതുപോലെ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ വരുന്നതും ഫയറിങ് മുകളിൽ കയറി വരുന്നതുമായിട്ടുള്ള വണ്ടികൾക്ക് ഈ പ്രശ്നമുള്ളൂ. സാധാരണ വണ്ടികൾക്കാണെങ്കിൽ ഹാൻഡിലിൽ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ മൊബൈൽ ഹോൾഡറിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അടുത്ത ജോലി എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ചാർജറിൻ്റെ വയർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ മൊബൈൽ ഹോൾഡറിൻ്റെ അകത്ത് ചാർജറിൻ്റെ അകത്തേക്ക് വയർ കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പവർ കൊടുക്കാനായിട്ട് നമ്മുടെ വയറിംഗ് കിറ്റൊന്നും കട്ട് ചെയ്ത് നശിപ്പിക്കാൻ പാടില്ല. ഈ ഒരു വണ്ടിക്കകത്ത് മൊബൈൽ ചാർജറിന് വേണ്ടിയിട്ടുള്ള പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് എവിടെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. R15 V3 ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു കവറിങ് അയച്ചു കഴിഞ്ഞാൽ അതിനകത്തായിട്ട് നമ്മൾക്ക് ആ ഒരു കണക്ടർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കണക്ടർ നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ തന്നെ ഉപയോഗിക്കാം. ആ കണക്ടറിനകത്തേക്ക് വയർ ഇറക്കി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതല്ല എങ്കിൽ ഞാനിവിടെ ചെയ്തതുപോലെയും ചെയ്യാം. ഈ ഒരു സൈഡ് പാനൽ അഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഇത്തരത്തിലുള്ള കുറച്ച് പ്ലാസ്റ്റിക് ലോക്കുകളുണ്ട്. ആ എല്ലാ ലോക്കുകളും അഴിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു പാനൽ ഇളക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ പാനൽ പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ നമ്മളുടെ ഇത്തരത്തിലുള്ള ലോക്ക്, പ്ലാസ്റ്റിക് ലോക്കാണിത്, ഇത് പൊട്ടിപ്പോകാനോ സാധ്യതയുണ്ട്. ഇത് അഴിച്ചെടുക്കുന്നതും സിമ്പിളാണ്. അതായത് ഈ പ്ലാസ്റ്റിക് ലോക്ക് അഴിച്ചെടുക്കുന്നത് സിമ്പിളാണ്. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് കുറച്ച് ലൂസ് ചെയ്താൽ അത് താനെ പൊന്തി വരും. പൊന്തി വന്നതിന് ശേഷം അതിനെ പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് ഊരി വന്നോളും. അതിന് വേറെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു എല്ലങ്കിയുടെ സ്ക്രൂവും ഇതിനകത്ത് അഴിച്ചെടുക്കാനുണ്ട്. അതൊക്കെ അഴിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾക്ക് ഇതിനകത്ത് വയർ കണ്ടുപിടിക്കേണ്ടത്.